ഞങ്ങളൊരു യാത്രക്കിറങ്ങിയതാണ്. എങ്ങോട്ടാണെന്നല്ലേ? അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്ക്. എന്തിനാണെന്നല്ലേ? ഞാൻ പറയാം. നേരാണ് നമ്മുടെ കൊച്ചി, ഇവ നമ്മുടെ മുത്താണ്, പറയാനുണ്ട് നമ്മുടെ കൊച്ചി, കഥ ചൊല്ലാൻ പലതാണ്. എറണാകുളത്ത് നമ്മുടെ ബ്രില്യൻറ്റിന്റെ ഭാഗമാകുവാൻ വരുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന കിടിലൻ ഹോസ്റ്റലുകളുണ്ട്. ആ ഹോസ്റ്റലുകളെ തേടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ. അപ്പോൾ എറണാകുളത്തെ നമ്മുടെ സെൻറ്ററിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഏറ്റവും കിടിലനായിട്ടുള്ള കുറേ ഹോസ്റ്റലുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആ ഹോസ്റ്റലുകളിൽ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. യെസ്, അപ്പം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ എറണാകുളത്തെ കിഡിലൻ ഹോസ്റ്റലുകൾ തേടിയുള്ള ആ ഒരു യാത്ര നമ്മളിവിടെ എത്തി നിൽക്കുന്നത് നമ്മളിപ്പോൾ തേവരയിലാണ്. ഇപ്പോൾ നമ്മുടെ തേവര സെന്ററിനോട് വളരെ അടുത്ത് ഉള്ള ഒരു ഹോസ്റ്റലാണ്, അല്ല ഒരു കിഡിലൻ ഹോസ്റ്റലാണ്. ഒരു 30 മീറ്റർ മാക്സിമം നടക്കാനുള്ള ഒരു ദൂരം മാത്രമേ ഉള്ളൂ. ഹോസ്റ്റലിന്റെ പേരെന്ന് സെക്കൻഡ് ഹോം. അതെ, നമ്മുടെ സെക്കൻഡ് ഹോം ആ ഒരു പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ നമ്മുടെ ബ്രില്യൻറ്റിലേക്ക് വീടൊക്കെ വിട്ട് നമ്മുടെ ബ്രില്യൻറ്റിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന ഒരു അടിപൊളി ഹോസ്റ്റലാണ്. നമുക്ക് ആ ഹോസ്റ്റലിൽ ഒരുപാട് കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു ഹോസ്റ്റലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 5 നിലയിലായിട്ടാണ് നമുക്ക് 55 റൂമുകളുണ്ട്. അതായത് നമുക്ക് 200-അടുത്ത് വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു അടിപൊളി ഹോസ്റ്റലാണ്. നമുക്ക് ആ ഹോസ്റ്റലിൽ ഒരുപാട് കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റഡി ഏരിയ. നമ്മുടെ സെക്കൻഡ് ഹോസ്റ്റലിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണല്ലേ? നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു അതിവിശാലമായിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ, സ്റ്റഡി ഹാളാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ മിസ്സേ? ഒരേ സമയം നമുക്ക് ഒരുപാട് പേർക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഓരോ ഫ്ലോറിലും, അതായത് നമ്മുടെ 5 നിലകളിലും ഓരോ ഫ്ലോറിലും നമുക്ക് പ്രത്യേകം സ്റ്റഡി ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. പഠിക്കുന്ന കാര്യം അതിനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ട്. എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റഡി ഹാളിനോട് ചേർന്ന് തന്നെയാണല്ലോ നമ്മുടെ മെസ് ഹാൾ. നമുക്ക് ഇനി മെസ് ഹാളിലോട്ട് പോകാം. സർ, ഇതാണ് നമ്മുടെ മെസ് ഹാള്. നല്ല സ്പേസ്. അതെ, അത്യാവശ്യം എല്ലാവർക്കും ഒരേ സമയം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹോം ഹോസ്റ്റലിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കടന്നിങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന ഒരു മെസ് ഹാളാണ്. നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും ഇരുന്ന് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു സ്പേസ് തന്നെ, അത് വിശാലമായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടുമല്ലേ. അതുകൊണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ മിസ്സിംഗ് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. വളരെ സുഖമായി തന്നെ അവർക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ ഹോസ്റ്റലിൽ ഒരുക്കിയിട്ടുണ്ട്. മിസ്സേ, നമ്മൾ സ്റ്റഡി ഹാളും കണ്ടു, അതുപോലെ തന്നെ മെസ് ഹാളും കണ്ടു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമുക്ക് റൂം കാണാം. അപ്പോൾ റൂം കാണാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹോസ്റ്റലിൽ 5 നിലകളുള്ള വലിയൊരു ബിൽഡിംഗ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മുകളിലേക്ക് പോകുന്നതിനും അതുപോലെ തന്നെ മുകളിലുള്ള കുട്ടികൾക്ക് താഴേക്ക് വരുന്നതിനും ഒക്കെ സ്റ്റെയറും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലിഫ്റ്റിന്റെ ആക്സസും ഉണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറി തന്നെയാണ് നമ്മുടെ റൂമുകൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച അല്ലേ, വളരെ വിശാലമായിട്ടുള്ള ഒരു കോറിഡോറാണ്. കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണുന്നത് നമ്മുടെ ഒരു ഡെസ്കും അതുപോലെ തന്നെ നല്ലൊരു ചെയറും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ ആണ്. അതെ, സ്റ്റഡി നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ എല്ലാ കോറിഡോറിലും ഇതുപോലെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യം എല്ലാ ഫ്ലോറിലും ഉണ്ട്. അതെ അതെ, നല്ല ഒരു കാമാൻ ക്വയറ്റ് ആയിട്ട് അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് പഠിക്കുന്നതിന് പറ്റും സാധിക്കുന്നത്. ഇത് നമ്മുടെ കുടിവെള്ളം സംഭരിച്ചു വെക്കുന്ന ഒരു ക്യാനാണ്. അതെ, കൂടാതെ അത് പ്യൂരിഫൈ ചെയ്ത് ചൂടാക്കി തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കുട്ടികൾക്ക്. എല്ലാ ഫ്ലോറിലും ഉണ്ട്. അതെ, എല്ലാ ഫ്ലോറിലും ഉണ്ട്, അവൈലബിൾ ആണ്. അതെ, ഇനി നമ്മൾ നമ്മുടെ റൂമുകളിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് ഹോം ഹോസ്റ്റലിലെ കുട്ടികളുടെ റൂമാണെന്ന് തോന്നുന്നത്. നല്ല സ്പേസ് ആണല്ലേ നമ്മുടെ റൂംസ് എല്ലാം. ഇതുപോലെ തന്നെ നമുക്ക് 55 റൂമും ഇതുപോലെ തന്നെയാണ്. അതുപോലെ നമുക്ക് 3 സ്റ്റുഡൻസിനാണെങ്കിൽ 3 സ്റ്റുഡൻസിനുള്ള സെപ്പറേറ്റ് കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു ടേബിളും റൂമിനകത്തിരുന്ന് പഠിക്കണമെങ്കിൽ അങ്ങനെ ആവാം. പിന്നെ നമ്മൾ ജനലുണ്ട്, ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നല്ല
ഫാനും ഉണ്ട്. പിന്നെ ഞാൻ കയറി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ കബോർഡാണ്. ഏറ്റവും നല്ല ഭയങ്കര രസമുണ്ടല്ലോ അത് കാണാൻ, വളരെ ഭംഗിയായിട്ടുള്ള ഒരു. കാരണം കുട്ടികളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം കുറെ ഡ്രസ്സുകളൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. ഒരുപാട് ലഗേജ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഓക്യുപ്പൈ ചെയ്യാവുന്ന ഒരു സ്പേഷ്യസ് നോട്ട്സ്, അതെ നോട്ട്സ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിട്ട് സ്പേസ് ഇതുണ്ടല്ലോ, നമുക്ക് തുറന്നു നോക്കുമ്പോൾ തന്നെ ഏകദേശം കാണാൻ വേണ്ടി കഴിയും അല്ലേ. കബോർഡാണ്, നല്ല സ്പേസ് ഉണ്ടല്ലോ ഇതിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാനുള്ള സ്റ്റാൻഡുകളും ഉണ്ട്. ഇത് 3 നമുക്ക് വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റുഡന്റിനും സെപ്പറേറ്റ് സൗകര്യങ്ങൾ നമുക്ക് കിട്ടും. എല്ലാ റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂം ആണ്, നല്ല ക്ലീൻ ആണ്. അപ്പൊ ആ ഒരു കാര്യത്തിലൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു പേരന്റും ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള, അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ആകുമ്പോൾ അവർക്ക് റെഡി ആയി പോകേണ്ട ഒരു ടൈമിംഗിൽ 3 പേർക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യങ്ങൾ നടത്തി തിരിച്ചു വരാൻ പറ്റും. നമ്മുടെ എല്ലാ റൂമുകളിലും ഇതുപോലെ അതെ, എല്ലാം ഇത് തന്നെയാണ് ഫെസിലിറ്റീസ് എല്ലാം. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂം ആണല്ലേ. കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകാണ് എല്ലാവരും, അത് ഓർത്തൊരു ടെൻഷൻ. കൊതുകിനെ സംബന്ധിച്ച പ്രശ്നം അത് ഒഴിവാക്കാനും നമുക്ക് ഇവിടെ എല്ലാ ജനറൽ വിൻഡോസിലും നമുക്ക് മെഷ്നെറ്റ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. കൊതുക് അതെ കൊതുക് ഏതായാലും അകത്ത് കയറില്ല, ഉറപ്പാണ്. അപ്പൊ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ടെറസ് ഉണ്ട്. നമ്മുടെ ടാങ്കും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം. അതെ, ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് ഏരിയ. ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല ഒരു എറണാകുളം സിറ്റി ഫുൾ കാണാം. നല്ലൊരു വ്യൂ ഉണ്ടല്ലേ. നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ എൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണാം. നമ്മുടെ സ്റ്റുഡൻസിന് അലക്കൊക്കെ കഴിഞ്ഞ് വെയിൽ കൊള്ളിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡ്രസ്സൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും നമ്മളോട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹോസ്റ്റലിലെ കാഴ്ചകളെല്ലാം നമ്മൾ ഏതാണ്ട് കണ്ടു കഴിഞ്ഞല്ലേ. അപ്പോൾ ഇനി നമ്മുടെ എറണാകുളം ജില്ലയിലെ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സൂപ്പറായിട്ടുള്ള നമ്മുടെ ഹോസ്റ്റലിൽ തേടിയുള്ള യാത്ര നമ്മൾ അവസാനിപ്പിക്കുന്നില്ല, നമ്മൾ തുടരുകയാണ്. മറ്റൊരു കിഡിലൻ ഹോസ്റ്റലിലേക്കാണ് നമ്മളിനി പോകുന്നത്. നമുക്കൊന്ന് പോവാം. യെസ്, അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി നമ്മുടെ എറണാകുളത്തേക്ക് കടന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഹോസ്റ്റലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ. ഈ ഹോസ്റ്റലിൻ്റെ പേരെന്താണ് മിസ്സേ? എലൈറ്റ് ഹോം. ഓക്കെ, അപ്പോൾ നമ്മുടെ എലൈറ്റ് ഹോം എന്ന് പറയുന്ന നമ്മുടെ ഒരു സൂപ്പർ ഹോസ്റ്റലാണ്. 3 നിലകളിലായിട്ട് 25ഓളം റൂമുകളാണ് നമുക്കിവിടെ ഉള്ളത് അല്ലേ. അതായത് ഏകദേശം 50ഓളം വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം അല്ലേ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹോം ഹോസ്റ്റൽ പോലെ തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഹോസ്റ്റൽ ആണല്ലേ നമ്മുടെ എലൈറ്റ് ഹോം. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമുകളാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത്. നമുക്ക് റൂമുകൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കാണാം. വാ. അപ്പോൾ സാർ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു അതിവിശാലമായിട്ടുള്ള ഒരു ഇടനാഴിയാണല്ലേ. അപ്പോൾ നമ്മൾ കയറി വന്നു. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് കാണാം നല്ല വീതിയും അത്യാവശ്യം നല്ല നീളമൊക്കെ ഉള്ള അല്ലേ ഒരു കോറിഡോറാണ്. അപ്പോൾ ഈ കോറിഡോറിന് ചുറ്റും നമ്മുടെ റൂമുകളാണ് അല്ലേ. നമ്മുടെ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ റൂമുകളാണ്. അപ്പോൾ നമ്മളിനി ആ റൂമുകളിലേക്ക് കയറി എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബ്രില്യൻറ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇതാണല്ലേ നമ്മുടെ എലൈറ്റ് ഹോമിലെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു റൂമാണല്ലേ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് 2 സ്റ്റുഡൻസിന് താമസിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 2 സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ടുള്ള 2 സ്റ്റഡി ടേബിളും അതുപോലെ തന്നെ ചെയറും ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 കട്ടിലുണ്ട്. പിന്നെ ഫാനുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്തരത്തിലുള്ള ടെൻഷനൊന്നും വേണ്ട എറണാകുളത്തേക്ക് വരുന്ന സ്റ്റുഡൻസിന് അല്ലേ. ഇതാണ് നമ്മുടെ ബാത്റൂം. വളരെ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീണ്ടും പറയുന്നത് നമ്മുടെ വൈഫൈ സൗകര്യത്തെക്കുറിച്ചാണല്ലേ. അതായത് നമ്മുടെ ഈ ഹോസ്റ്റലിലെ എല്ലാ മുക്കിലും മൂലയിലും
വൈഫൈയുടെ ഒരു നെറ്റ്വർക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ എലൈറ്റ് ഹോം എന്ന് പറയുന്നത് എത്ര നിലയായിരുന്നു? 3 നിലയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെയറാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നേക്കുന്ന ഈ സ്റ്റെയറല്ലേ. നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ സ്റ്റീലും കൊണ്ടുണ്ടാക്കിയ കൈവരികളൊക്കെയാണ്, നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. പിടിച്ചിറങ്ങുന്നതിനും ഒന്നും വേറെ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ എലൈറ്റ് ഹോമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കുകയാണോ? അല്ല, നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ മറ്റൊരു ഉഗ്രൻ ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലിലേക്കുള്ള യാത്രയാണ് അടുത്തതായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പോലെ അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റലിൻ്റെ പേര് പറയുകയാണെങ്കിൽ എമറാൾഡ് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ഹോസ്റ്റലിൽ ഒരു ഹോസ്റ്റലാണ് അല്ലേ. അതായത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അവരോട് സംസാരിക്കാനൊക്കെ പോകുമ്പോൾ അവർക്ക് ഏറ്റവും എൻജോയ് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ഹോസ്റ്റലാണ് നമ്മുടെ പാലായിൽ മുത്തോലിയിലുള്ള എമറാൾഡ് ഹോസ്റ്റൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ എമറാൾഡ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഗാലക്സി ഹോമാണ്. അതായത് ഇനി വരാൻ പോകുന്ന നമ്മുടെ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആവാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഹോസ്റ്റലാണ് നമ്മുടെ ഗാലക്സി ഹോം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പോൾ ഇതൊരു വലിയ ബിൽഡിംഗ് ആണ്. 3 നിലകളിലായിട്ട് 30 വലിയ റൂംസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളും പിന്നെ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബ്രില്യൻ ഈ ഹോസ്റ്റലിൽ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ. അപ്പോൾ പാരൻസിന് വന്ന് ഒന്ന് റിലാക്സ് ആവാൻ അവർക്കൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ഇത്രയും വലിയൊരു സ്പേഷ്യസ് ആയിട്ട് ഒരു റൂം നമ്മൾ റിലാക്സ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്, ഫാൻ ഒക്കെ ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റൂംസ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ റൂംസ് വളരെ വലുതാണ്, സ്പേഷ്യസ് ആണ്. ആക്ച്വലി 5 പേരെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന റൂമാണ്. പക്ഷെ നമ്മൾ 3 പേരെ മാത്രമേ അലോട്ട് ചെയ്യുന്നുള്ളൂ. അത്രയും വലിയ റൂംസ് ആണ്. കണ്ടറിയാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗാലക്സി ഹോം ഹോസ്റ്റലിലെ ഒരു ഫ്ലോറിലാണ് അല്ലേ. നമ്മൾ റൂംസ് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങൾ ഈ നിൽക്കുന്ന ഇടനാഴി നല്ല സ്പേഷ്യസ് ആണ് ഏരിയ ആണ്. നമ്മുടെ ബ്രില്യൻറ്റിലെ എല്ലാ ഹോസ്റ്റലുകളിലും പോലെ ഏറ്റവും വലിയൊരു പ്രത്യേകതകളൊന്നാണ് ഹൈലൈറ്റ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വരാന്ത അല്ലേ, നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം ലെങ്തി ആണ്. വിദ്യാർത്ഥികൾക്ക് നടക്കുന്നതിനും പോകുന്നതിനും ഒന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മളിനി നേരിട്ട് റൂമിലേക്ക് യെസ്. അപ്പൊ നമ്മുടെ ഗാലക്സി ഹോമിലെ ഒരു റൂമിലേക്ക് നമുക്കറിയാം, മുമ്പ് മിസ് പറഞ്ഞ പോലെ തന്നെ 5 പേരെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു സ്പേസ് നമ്മുടെ റൂമിനുണ്ട്. പക്ഷെ നമ്മൾ 3 പേരെ ചെയ്യുന്നുള്ളൂ. അപ്പം ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് 3 ബെഡ് ഉണ്ട്, കട്ടിലും ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡിവിജ്വൽ സ്പേസ് അവർക്ക് സ്റ്റഡി സ്പേസ് ഉണ്ട്, ടേബിളും ചെയറും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നല്ല സ്പേസ് ആണ്, വലിയ വിശാലമായിട്ടുള്ള കബോർഡും കാര്യങ്ങളും അവരുടെ എത്രത്തോളം വലിയ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ സ്പേസ് തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. നമ്മുടെ ബ്രില്യൻറ്റിലെ മറ്റെല്ലാ ഹോസ്റ്റലുകളിലും പോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം അവർക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ എറണാകുളം സെൻറ്ററിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ കിഡിലൻ ഹോസ്റ്റലുകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഒന്നും നോക്കാനില്ല, ധൈര്യമായിട്ട് കയറിപ്പോര്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.